ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം m.youtube.com എന്ന ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു ID എല്ലാം വച്ച് ഇപ്രകാരം നമ്മൾ ലോഗിൻ ചെയ്യണം. ഇനി നിങ്ങൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കൊടുക്കുക. അതായത് നമ്മുടെ മൊബൈൽ സൈറ്റിൽ നിന്നും ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ മുകളിലായി നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കൺ എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായി സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ഈ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇതിന് ഏറ്റവും താഴത്തായിട്ടാണ് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം, ഡിലീറ്റ് ചാനൽ എന്നത്. ഇവിടെ ഡിലീറ്റ് ചാനൽ എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. അതായത് ഇത് നമ്മൾ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ കൺഫേം ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് യൂസ് ചെയ്ത്, അപ്പോൾ നമ്മൾ എത്തരത്തിലാണോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഡിലീറ്റായി കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ എല്ലാം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ 2 സെറ്റിംഗ് ആണ് നമ്മൾ ഈ മൊബൈൽ ചെയ്തു വച്ചിരിക്കുന്നത്. അതിനാലാണ് ഈ ഓപ്ഷൻ എല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് പാറ്റേൺ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. ഇപ്രകാരം ഈ ഒരു പാറ്റേൺ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഒരു ചാനൽ ഡിലീറ്റ് ആകുന്നതിനുള്ള അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇത്തരത്തിലൊരു പേജ് വന്നതിന് ശേഷം 2 ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് ഐ വാണ്ട് ടു ഹൈഡ് മൈ ചാനൽ. അതായത് നമുക്ക് നമ്മുടെ ചാനൽ ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണോ വേണ്ടത്, അതോ നമ്മുടെ ചാനൽ പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ ഹൈഡ് ചെയ്തു വയ്ക്കാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പെർമനൻ്റായി ഡിലീറ്റ് ആവുകയാണ് വേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഈ അവസാനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ആരോ താഴേക്ക് പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജെല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം തരുന്നുണ്ട്. അതായത് ദി ഫോളോയിങ് വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ്, എന്തെല്ലാം കാര്യങ്ങൾ ഡിലീറ്റ് ആകുമെന്നതിൻ്റെ ഒരു റിമൈൻഡർ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ID യൂസ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കമൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ആകുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും റിപ്ലൈസ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തംസ് അപ്പ് കമൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ റിമൂവ് ആകും. അതുപോലെ യുവർ യൂട്യൂബ് ഗിഫ്റ്റ് സെറ്റിംഗ്സ്, ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആകും. ഇനി അടുത്തതായി യുവർ യൂട്യൂബ് സെർച്ച് ആൻഡ് വാച്ച് ഹിസ്റ്ററി. അപ്പോൾ ഈ സെർച്ച് അതുപോലെ വാച്ച് ഹിസ്റ്ററി എല്ലാം തന്നെ ഡിലീറ്റ് ആകുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം എനി പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ദാറ്റ് യു ഓൺ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ആകുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു ടിക്ക് മാർക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിലീറ്റ് മൈ കണ്ടന്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൽ ID, അതായത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തെറ്റാതെ ഒരു തവണ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഡിലീറ്റ് മൈ കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിമൂവ് യൂട്യൂബ് കണ്ടന്റ്, യുവർ കണ്ടന്റ് ഈസ് ബീയിങ് ഡിലീറ്റഡ്, യുവർ കണ്ടന്റ് ഈസ് ഇൻ പ്രോസസ് ഓഫ് ബീയിങ് പെർമനൻ്റ്ലി ഡിലീറ്റഡ്. യൂഷ്വലി ഇറ്റ് ടേക്സ് എ ഫ്യൂ മിനിറ്റ്സ് ബട്ട് ക്യാൻ ടേക്ക് അപ് ടു എ കപ്പിൾ ഓഫ് ഡേയ്സ് ഇഫ് യു ഹാവ് എ ലോട്ട് ഓഫ് കണ്ടന്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ഈ കണ്ടന്റ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആകുമെന്നാണ്. സാധാരണയായി ഇതിന് കുറച്ച് മിനിറ്റ്സുകളെല്ലാമാണ് എടുക്കാറ്. എന്നാൽ നിങ്ങൾ ഒരുപാട് കണ്ടന്റ് എല്ലാം നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ ഇതിന് ചിലപ്പോൾ ദിവസങ്ങളെല്ലാം എടുക്കാം ഇത്തരത്തിൽ ഇതെല്ലാം ഡിലീറ്റ് ആകാൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്രകാരമാണ് നമ്മുടെ ചാനൽ ഇത് നമ്മൾ പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്